നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ബിനീഷ് കോടിയേരിയെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. രാവിലെ 11 മണിക്കാണ് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യാനായി ബിനീഷ് കോടിയേരിയെ വിളിപ്പിച്ചത്. വൈകുന്നേരം ഏറെ വൈകിയായിരുന്നു ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. അതിനുശേഷം പുറത്തിറങ്ങിയ ബിനീഷ് കോടിയേരിയുടെ പ്രതികരണം പുറത്തുവരികയാണ്. ബിനീഷ് കോടിയേരിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഫെമ ലംഘന കേസിൽ കൊച്ചി ഓഫീസിലാണ് ബിനീഷിനെ ഇഡി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. ബിനീഷ് കോടിയേരിക്ക് പങ്കാളിത്തമുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട ഫെമ കേസുകളിലാണ് ചോദ്യം ചെയ്യലെന്ന് ഇഡി നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. ഉച്ചയോടെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ രാത്രി 8 മണിയോടെയാണ് പൂർത്തിയായത്. ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ബിനീഷ് കേസിനെ കുറിച്ച് എല്ലാം ഇഡിയോട് ചോദിക്കൂ എന്നായിരുന്നു പ്രതികരിച്ചത്. ചോദ്യം ചെയ്യലിനായി ബിനീഷിന് കഴിഞ്ഞ ആഴ്ച സമൻസ് നൽകിയിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല. ഇതിന് പിന്നാലെ രേഖകൾ ഇഡിക്ക് മുന്നിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് ഇന്നലെ ബിനീഷിനെ ഇഡി ചോദ്യം ചെയ്തത്. രാവിലെ 11 മണിയോടുകൂടി അഭിഭാഷകനോടൊപ്പമാണ് ബിനീഷ് ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരായത്. മയക്കുമരുന്ന് കേസിൽ ബാംഗ്ലൂരിൽ അറസ്റ്റിലായപ്പോൾ ബിനീഷ് കോടിയേരിയെ പ്രതിയാക്കി ഇഡി കേസെടുത്തിരുന്നു. ലഹരി മരുന്ന് കടത്ത് കേസിൽ 4ാം പ്രതിയാക്കിയാണ് കേസ് എടുത്തത്. അറസ്റ്റിലായ ബിനീഷിന് 1 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത്. ലഹരി കേസിൽ ബിനീഷ് പ്രതിയല്ല എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിന്റെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നത്. 2020 അറസ്റ്റിലായ ബിനീഷിന് 1 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷമാണ് ജാമ്യം കിട്ടിയത്. ഈ കേസിൽ ആദായ നികുതിയിലടക്കം പൊരുത്തക്കേടുകൾ ഇഡി കണ്ടെത്തിയിരുന്നു. ഇതിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ എന്നാണ് വിവരം. കൊച്ചി വെണ്ണല സ്വദേശി അനൂപ് മുഹമ്മദ്, തിരുവല്ലാമല സ്വദേശി റിജേഷ് രവീന്ദ്രൻ, കന്നഡ സീരിയൽ നടി അനിഖ എന്നിവരെ 2020 ലഹരി കേസിൽ NCB അറസ്റ്റ് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നീളവെയാണ് ബിനീഷിലേക്കും അന്വേഷണം എത്തിയത്. എന്തായാലും നിലവിൽ പല കേസുകൾ, അതായത് ഈ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. എന്തായാലും കാര്യങ്ങൾ വഷളാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇനി ഒരു പക്ഷേ കൂടുതൽ കേസുകൾ ബിനീഷിന് മേൽ വരാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്.